ഹായ്. ജിനു, വീണ, തനൂജ ഈ മൂന്ന് വ്യക്തികളെ പറ്റി എനിക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊരു ഫൈനൽ ടോക്ക് ആയിട്ടൊന്നും എടുക്കണ്ട, ബട്ട് എനിക്കൊരു എക്സ്പ്ലനേഷൻ തരണമെന്ന് തോന്നി. സാധാരണ ഞാൻ ഈ എക്സ്പ്ലനേഷനൊക്കെ എൻ്റെ ലൈവ് വീഡിയോയിലാണ് ചെയ്യാറ്. എനിക്ക് തോന്നി ഒരു ചെറിയ രീതിയിൽ ഒരു ബ്രീഫ് തരണമെന്ന് തോന്നി. തുടക്കം മുതൽ പറയാം. ജിനു എന്ന വ്യക്തി സ്വന്തം കുഞ്ഞിനെ നോക്കിയിട്ട് എനിക്ക് DNA എടുത്താൽ മാത്രമേ നിന്നെ എൻ്റെ കുഞ്ഞായി അംഗീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. ഞാൻ സാധാരണ ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ, റിയാക്ഷൻ വീഡിയോസാണ്. ആ റിയാക്ഷൻ വീഡിയോസിൽ ഞാനിത് കാണുമ്പോൾ ഇതിനെ ഞാൻ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുകയും തനൂജ എന്ന വ്യക്തിക്ക് ഫുൾ സപ്പോർട്ട് എന്ന രീതിയിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ആ കുട്ടിയുടെ ചാനലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അവർക്ക് വേണ്ടി വളരെയധികം നന്നായി തന്നെ ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ജിനു എന്ന വ്യക്തിയുടെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ എൻ്റെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കേൾക്കാനോ ഞാൻ തയ്യാറായില്ല. അതിൻ്റെ കാരണം, വീണ എന്ന വ്യക്തി ഒരു തുള്ളി കളിച്ചുകൊണ്ട് പോകുന്ന, ഒരു ഡാൻസ് കാണിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതി കണ്ടിരുന്നു. അപ്പോൾ ഒരു വിവാഹം മോചനം നടക്കാതെ സ്വന്തം ഭർത്താവിനെ മറ്റൊരു സ്ത്രീ ഉപയോഗിക്കുകയും അതിലൊരു കുഞ്ഞുണ്ടാവുകയും അത് കണ്ടെത്തിക്കൊണ്ട് വരുന്ന ഒരു സ്ത്രീക്ക് ഏർപ്പെടുന്ന ഒരു മാനസിക വേദനയാണ് ഞാൻ അതിൽ കൂടെ മനസ്സിലാക്കിയത്. പക്ഷേ അതിന് മറ്റൊരു വശം ഉണ്ടായിരുന്നത് പിന്നീടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴെനിക്കറിയത്തില്ലായിരുന്നു. പിന്നീട് 2-3 വീഡിയോയൊക്കെ തന്നെ വീണ്ടും തുടർന്നും ഇതുപോലെ ഈ ജിനുവിനെതിരെ വീഡിയോകൾ കണ്ടിന്യൂസ്ലി തനൂജ ചെയ്യുന്ന ഒരു ടൈം ഞാൻ കാണുകയുണ്ടായി. എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തിരുന്നു. കാരണം അയാൾ DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ വേശിയാണ് എന്ന് പറയുന്നതിന് മറ്റൊരു ലെവലാണ് അങ്ങനെ ഒരു വർത്തമാനം. എന്ന് വെച്ചാൽ ഒന്നിലധികം പേരോട് നീ സെക്സ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈ കുഞ്ഞ് എൻ്റെതാണെന്നുള്ളതിൽ ഉറപ്പില്ല എന്നാ പറയണം. അപ്പോൾ ഒരു കൊലസ്ത്രീ പരിവേഷമുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അപ്പോൾ പിന്നെ ഈ കുട്ടി എന്തിനാണ് അതിൻ്റെ പിറകെ പോകുന്നത് എന്നുള്ളൊരു സാധാരണ സംശയം എനിക്കുണ്ടായിരുന്നു. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ജിനു എന്ന വ്യക്തി ഒരു കൊമേഡിയനാണെന്നും ആ കോമഡി സ്റ്റാർ നടത്തുന്ന ആ ട്രൂപ്പ് അംഗങ്ങൾ തനൂജ എന്ന വ്യക്തിക്കെതിരെ 25 ലക്ഷം രൂപയ്ക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു സംതിങ് റോങ്. കാരണം ജിനു എന്ന വ്യക്തിയുടെ പുറകെ പോകുന്നത് നമുക്ക് അംഗീകരിക്കാം, പക്ഷെ ആ ട്രൂപ്പിനെ പറ്റി മോശം പറയുന്നത് തെറ്റാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ട്രൂപ്പ് അംഗങ്ങളെ ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് എനിക്ക് ഈ കാര്യങ്ങളുടെ ഒരു വ്യക്തത ശരിയായ രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജിനുവിനെ ഒന്ന് വിളിച്ച് സംസാരിക്കുകയുണ്ടായി, എന്താണ് കാര്യങ്ങളെന്ന്. അപ്പം ജിനു വളരെ മോശമായി, വളരെ വൾഗറായാണ് സ്വന്തം ഭാര്യയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്ന് എനിക്കറിയില്ല അയാൾ എക്സ് വൈഫാണ്, പക്ഷെ അയാൾ വ്യക്തമായി ഇത്രയധികം ഡോക്യുമെൻറ്റ്സ് ഒന്നും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഒന്നും മനസ്സിലാകാതെ ഒരു പുരുഷൻ സ്ത്രീയെ ഇത്രയധികം അവഹേളിക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ആ ബന്ധം അവിടെ വെച്ച് നിർത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു തീരുമാനം. ജിനു എന്ന വ്യക്തിയുമായി ഇനി സംസാരിക്കില്ല എന്നും ജിനുവിനെ കണ്ടാൽ രണ്ട് പൊട്ടിക്കണമെന്നും ഒക്കെ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചിരുന്നു. അത്രയും മോശമായിട്ടാണ് തനൂജ എന്ന വ്യക്തിയെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് തനൂജയെ ഈ ഒരു വിഷയത്തിൽ നിന്ന് നിങ്ങൾ മാറി സഞ്ചരിക്കൂ, നിങ്ങൾ ജിനു എന്ന വ്യക്തിയുടെ പുറകെ പോകാതിരിക്കൂ, നിങ്ങൾ DNA വിഷയത്തിനെ ഇത്രയും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി മുൻപോട്ട് പോകൂ എന്നുള്ള സജഷൻ ഞാൻ മുൻപോട്ട് വയ്ക്കുന്നത്. ആ കുട്ടി ആ വീഡിയോ കാണാനിടയാവുകയും എന്നെ കാണണമെന്ന് നിർബന്ധം പിടിക്കുകയും എന്നെ കണ്ടേ തീരുള്ളൂ, എന്നോട് കാര്യം പറഞ്ഞേ തീരുള്ളൂ എന്ന രീതിയിൽ പറയുകയും ചെയ്യുമ്പോൾ ആ കുട്ടിയെ കാണാനല്ല ഞാൻ പോയത്. ഞാൻ കാണാൻ പോയത് എൻ്റെ അമ്മയാണ്. അമ്മയെ 10-ാം തീയതി, ഞാൻ എല്ലാ മാസവും 10-ാം തീയതി അമ്മയെ കാണാൻ വരാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ വരാം, കാണാം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ കാത്തിരുന്ന ആ കുട്ടിയെ കണ്ടപ്പോൾ ഈ കുട്ടി പറഞ്ഞതൊക്കെ തന്നെ കളവാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ആദ്യം തന്നെ ഈ കുട്ടി പറഞ്ഞത് ഇതിനെന്തോ അസുഖമുണ്ടെന്നാണ്, ഈ മകൾക്ക് എന്തോ അസുഖമുണ്ടെന്ന്. ഇത് രണ്ടും കളവായിരുന്നു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് രണ്ടുപേരുടെയും കയ്യിലുണ്ടായിരുന്നില്ല. പിന്നെ വീട് വാടകയ്ക്കെന്ന, ഒരു വീടും വാടകയ്ക്കല്ല, അതൊക്കെ അവരുടെ സ്വന്തം വീടാണ്, പുതുവലി പതിച്ച് കിട്ടിയ വീടാണ്. പിന്നെ അതുപോലെ ഇവൾ സ്വന്തം അമ്മയുടെ കൂടെയാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിലൊക്കെ തന്നെ വശപ്പെശകുണ്ടായിരുന്നു. അത് ആ ഫോൺ സംഭാഷണത്തിൽ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ എല്ലാ എവിഡൻസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ കള്ളത്തരം എനിക്ക് നന്നായി ബോധ്യമായതുകൊണ്ട് തന്നെ ഞാൻ അത് മനസ്സിലാക്കിയിട്ട്, ശരി ഇങ്ങനെയായിരിക്കും എന്നെ ജീവിക്കാൻ ആഗ്രഹമെങ്കിൽ ഇങ്ങനെ ജീവിച്ചോട്ടെ എന്നുള്ള രീതി ഞാൻ എന്നെ ഒഴിഞ്ഞു കൊടുത്തു മാറി വരികയാണ് ഉണ്ടായിരുന്നത്. കണ്ടു, മാറി വന്നു. പക്ഷേ എൻ്റെ കൂട്ടുകാർക്കൊക്കെ തന്നെ അതിന് എതിർപ്പുണ്ടായിരുന്നു. കാരണം അതൊരു ശരിയായ നടപടിയല്ലെന്നും ആ പെൺകുട്ടി തെറ്റായ ഒരു വഴിക്കാണ് പോകുന്നതെന്നൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഞങ്ങൾ പറയുമല്ലോ, ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ടൊരു ഗ്രൂപ്പുണ്ട്. അതിനകത്ത് ഞങ്ങൾ പെൺകുട്ടികൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഈ പറയുന്ന പെൺകുട്ടി വളരെ റോങ് ആയിട്ടാണ് തോന്നിയത്. വീണയും ശരിയല്ല, ഇവളും ശരിയല്ല എന്നുള്ള രീതി തന്നെയാണ് എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് നോക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു വരുന്ന സമയത്ത് തന്നെ എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് തനൂജ രംഗത്തേക്ക് വന്നു. തനൂജയുടെ അവകാശവാദങ്ങളിലൊക്കെ തന്നെ ആരൊക്കെയോ തനൂജയോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നു, ആരൊക്കെയോ തനൂജയെ പ്രൊവോക്ക് ചെയ്തു. അപ്പോഴും ഞാൻ ഇഗ്നോർ ചെയ്തു. കാരണം എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്.
മതപരമായി ഞാൻ നിൽക്കുന്ന ഒരവസ്ഥയും ഞാൻ ചില സീരിയസ് വിഷയങ്ങളിലേക്ക് എത്തിപ്പെടുകയും ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ശത്രുക്കളുള്ളതുകൊണ്ട് അവരൊക്കെ അവളോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാകാം എന്ന് മനസ്സിലാക്കിയിരുന്നു. കാരണം സഫറുള്ള എന്ന് പറയുന്ന ഒരു ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസിനെ അബ്യൂസ് ചെയ്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിലകൊള്ളാൻ നിൽക്കുമ്പോൾ ആ പെൺകുട്ടിയെ പോലും പോയി ബ്രെയിൻ വാഷ് ചെയ്ത ഒരു സിനാരി ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യം ആ കുട്ടി ഓപ്പൺ എയറി വന്നിട്ട് എനിക്കെതിരെ ഒരു ലൈവ് ചെയ്തില്ല. സോ ഐ എം വെരി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. പക്ഷേ ഇവൾ ലൈവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ആ കുത്തിത്തിരിപ്പ് അവിടെ നടന്നിട്ടുണ്ടാകും. സോ ഞാനത് ഇഗ്നോർ ചെയ്തു. വീണ്ടും ഇതിനെ അനുബന്ധിച്ച് ഈ വിഷയം എടുത്തുകൊണ്ട് പലരും എടുത്തു വെച്ച് വീഡിയോ ചെയ്യാനും എന്നെ ആക്രമിക്കാനും തുടങ്ങിയപ്പോൾ അതൊരു മാസീവ് അറ്റാക്കാണെന്നത് തിരിച്ചറിവ് എനിക്കുണ്ടായി. പലരോട് ഞാൻ തിരിച്ച് കാര്യം പറഞ്ഞു. ഞാൻ ഇതിനകത്തൊരു മിസ്റ്റേക്ക് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ജോലി ചെയ്ത് ജീവിക്കൂ എന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ റിക്വസിഷൻ മോഡൊന്നും എൻ്റെ വായിൽ നിന്ന് വരത്തില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ജോലി ചെയ്ത് ജീവിക്കാൻ പറയുന്നത് തെറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പുറത്ത് കുറച്ച് പെണ്ണുങ്ങൾ എനിക്ക് വേണ്ടി സപ്പോർട്ട് പറഞ്ഞു. ജലജ എന്ന യൂട്യൂബർ എനിക്ക് വേണ്ടി സപ്പോർട്ട് പറഞ്ഞിരുന്നു. പിന്നെ മായ എനിക്ക് സപ്പോർട്ട് പറഞ്ഞിരുന്നു. റസീന സപ്പോർട്ട് പറഞ്ഞിരുന്നു. ഓസ് മലയാളി സപ്പോർട്ട് പറഞ്ഞിരുന്നു. അപ്പം ഇവരൊക്കെ തന്നെ എനിക്ക് സപ്പോർട്ട് പറഞ്ഞപ്പോഴത്തേക്കും ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അവരായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ നോക്കുമ്പോൾ ജലജ ഫുള്ളി മാറി. ജലജ തന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് ജാമിതയെ കൊണ്ട് എനിക്ക് സ്ട്രൈക്ക് തരുന്ന ലെവലിലേക്ക് ജലജ ഡെവലപ്പായി. വെരി ഗുഡ് തിങ്, വെരി നന്നായിട്ടിരിക്കട്ടെ. ജലജയ്ക്കും ഒരു ചാനലുണ്ടല്ലോ. ജലജയുടെയും വിഷയം ഏകദേശം അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന ജലജയ്ക്കും മനസ്സിലാകും. കർമ്മ വിൽ ഗീവ് യു ആൻസർ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മായ ആരുടെയൊക്കെയോ ഇതിലാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായതുകൊണ്ട് മായ എന്നെപ്പറ്റി, എൻ്റെ പേരൻറ്റിങ്ങിന്, എൻ്റെ അപ്ബ്രിങ്ങിങ്സിനെ പറ്റി വളരെ മോശമായി പറഞ്ഞപ്പോൾ ഞാനൊരു മറുപടി ചോദിച്ചിട്ട് മായ അനങ്ങിയിട്ടില്ല. സോ ഞാൻ മായയെ അവിടെ ഉപേക്ഷിച്ചു. റസീന കുറേ നാൾ മിണ്ടാതെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ റസീനയും ഇഗ്നോർ ചെയ്തു. ഓസ് മാത്രം പറഞ്ഞു എൻ്റെ വീട്ടിലെ ആൾക്കാരുള്ളതുകൊണ്ട് എനിക്ക് ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്യാനാകത്തില്ല. ആൻഡ് ഐ നോ നിങ്ങൾ എൻ്റെ സപ്പോർട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന്. മെൻ്റലി അവൾ എന്നെ ഒരുപാട് സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഈ 4 സുഹൃത്തുക്കളുമായിട്ടുള്ള എൻ്റെ ഒരു റിലേഷൻഷിപ്പ് അതാണ്. ഒരു പക്ഷേ റസീനയും ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകാം. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. ഞാൻ സംസാരിച്ചില്ല. അങ്ങോട്ട് പോയി സംസാരിക്കുന്ന സ്വഭാവം എനിക്കില്ലേം താനും. അപ്പോൾ പിന്നെ ഗ്രാജുവലി പിന്നെ നടന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോടുള്ള ഫൈറ്റ് ബാക്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഗോൾ അടിക്കാനെന്ന വേദന 50 മിനിറ്റിൽ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പെണ്ണ് ലൈവ് ഇട്ടു. വെൻ ഷീ സ്റ്റാർട്ടഡ് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ ഞാനും പറയണ്ടേ? എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ, എൻ്റെ കാല് ഞൊണ്ടിയാണെന്നും ഞാൻ കുനിഞ്ഞാണ് നടക്കണതെന്നും ഞാൻ ഹസ്ബൻഡ് മരണപ്പെട്ടതാണെന്നും ഞാൻ അങ്ങനെയാണ് ഇങ്ങനെ ആയതെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്നലെ വിശദീകരിച്ചതാണ്. എനിക്ക് ഒരു സൈഡ് പാരലൈസ് ആകാനുള്ള റീസൺ, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാണെന്നുള്ളത്. 2019 എനിക്കിത് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2019 ഹസ്ബൻഡ് മരണപ്പെട്ടോ എനിക്കറിയത്തില്ല. എനിവേ ഈ കാര്യങ്ങളൊന്നും, എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ആരോട് റിവീൽ ചെയ്യാനോ അല്ലെങ്കിൽ അതൊക്കെ പബ്ലിക്കിൽ കൊണ്ടുവന്ന് മറ്റുള്ളവർക്കൊരു ഇത് കൊടുക്കാനോ ഞാൻ ആഗ്രഹിച്ചില്ല. എന്നിട്ടും ഞാൻ ഒരു Q&A സെക്ഷൻ എഴുതിയിട്ടു. അവിടെയും മാസീവ് അറ്റാക്കായിരുന്നു എനിക്കെതിരെ. കാരണം ഞാൻ പറയുന്നതിൽ കൃത്യമുണ്ടെന്നും എൻ്റെ കഥ എന്താണെന്ന് ഞാൻ പറയുമ്പോൾ മറ്റുള്ളവർക്ക് ബോധ്യമാകുമെന്നുള്ളത് കൊണ്ട് പലരും ഞാൻ സംസാരിക്കാതിരിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് എന്നെ ഭയങ്കരമായിട്ട് സ്ലട്ട് ഷെയ്മിങ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ വീട്ടിൻ്റെ അഡ്രസ്സും എൻ്റെ ഫോൺ നമ്പരും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നതിൻ്റെ കാരണം വീട്ടിൽ പോയി അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും അറിയാൻ പറ്റും. ആ നാട്ടുകാർക്ക് എന്നെ നന്നായിട്ട് അറിയാം. അപ്പോൾ അവിടെ പോയി അന്വേഷിക്കുമ്പോൾ കൃത്യമായി എല്ലാവർക്കും വിവരണം വേണ്ടവർക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് പകരം എൻ്റെ നാട്ടിലേക്ക് തനൂജ പോവുകയും എൻ്റെ ബ്രദറിൻ്റെ മുന്നിൽ തന്നെ പോയി ചെന്നെത്തിപ്പെടുകയും മോശമായി അവനോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ അവനും മിസ്ബിഹേവ് ചെയ്തു എന്നാണ് ഞാൻ അറിയുന്നത്. ഒരാളെടുത്ത് ശത്രുത ഉണ്ടാകും. അത് ഫിജോ ജോസഫ് അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ നാട്ടിലേക്ക് ചെല്ലുന്നത് എന്തോ ഭാഗ്യം കൊണ്ടാണ് അവൾ രക്ഷപ്പെട്ടു വന്നത്. കാരണം അവിടെ ചുറ്റും എൻ്റെ ബന്ധുക്കളും എന്നെ സ്നേഹിക്കുന്ന കുറേ നാട്ടുകാരുമാണുള്ളത്. ഒരു കാരണവശാലും അവരൊന്നും ഇതൊന്നും സഹിക്കുകയോ ക്ഷമിക്കുകയോ പോലുമില്ല. അവർ തിരിച്ച് തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യും. അപ്പോൾ ഞാൻ അതിനകത്തൊന്നും പ്രതികരിക്കാൻ പോയില്ല. വീണ്ടും കണ്ടിന്യൂസ്ലി 3ഓളം വീഡിയോ ഈ സ്ത്രീ ഇട്ടു, തനൂജ ഇട്ടു. അങ്ങനെയാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് കൂടുതൽ ഇറങ്ങിയത്. ഞാൻ ജിനുവിനെ വീണ്ടും കോൺടാക്ട് ചെയ്തു. ജിനു ആണ് എന്നെ ദീപു ദേബൂസ് എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കൂ, അവർക്കറിയാം കാര്യങ്ങളെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഞാൻ ദീപൂസിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ ദീപൂസും എന്നോട് ഒഴിഞ്ഞു മാറിയാണ് സംസാരിച്ചത്. എനിക്ക് ഒന്നും സംസാരിക്കാൻ ഇല്ല എന്ന് തന്നെ പറഞ്ഞു. പിന്നെ ഞാൻ തന്നെ മെനക്കെട്ട് ഇറങ്ങി ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ പോയി. കുഞ്ഞുങ്ങളെ കണ്ടു, ശിവദാസനെ കാണാനായിട്ട് പോയി. പിന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കഴക്കൂട്ടത്തുള്ള ബാക്കിയുള്ള ആൾക്കാരെ വെച്ച് അവിടെയുള്ള ഒരു വിശേഷം അന്വേഷിച്ചറിഞ്ഞു. കോഴിക്കോടുള്ള ഇവരുടെ ഒരു വിശേഷം അന്വേഷിച്ചറിഞ്ഞു. ജിനു പറഞ്ഞ ഒരു കേസിൻ്റെ ഇത് ഞാൻ അന്വേഷിച്ചറിഞ്ഞു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ശരിയായ പാതയിലാണെന്ന് എനിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു. തെളിവുകളൊക്കെ എൻ്റെ കയ്യിൽ ഭദ്രമാണ്. ഞാനത് പുറത്തുവിടാൻ ആഗ്രഹിക്കാത്തത് അപ്പുറത്തൊരു പെൺകുട്ടി ആയതുകൊണ്ട് മാത്രമാണ്. പെണ്ണുങ്ങളായതുകൊണ്ട് മാത്രം ഞാൻ ഒരുപാട് ഓവറായിട്ട് അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ എനിക്ക് കുറച്ച് കൂട്ടുകാർ എൻ്റെ അടുത്ത് വന്നിട്ട്
വീണയുമായിട്ട് എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണയുമായിട്ട് സംസാരിച്ചു. എന്നോട് സംസാരിക്കാൻ അവൾ കൂട്ടാക്കിയിരുന്നില്ല. അവൾ എന്നോട് ഭയങ്കര ദേഷ്യത്തിലാണ് ഉണ്ടായിരുന്നത്. ഞാൻ വീണയെ നേരിട്ട് പോയി കണ്ടു. വീണ ആദ്യം ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു. പിന്നീട് ഗ്രാജുവലിയാണ് അവൾ എന്നോട് സംസാരിക്കാൻ തയ്യാറായത്. എനിക്ക് അവളോട് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു അവൾ ഡിപ്രഷൻ്റെ സ്റ്റേജിലാണുള്ളതെന്ന്. ഞാൻ പയ്യെ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. എവിഡൻസ് ഉണ്ട്, ഐ ക്യാൻ ഷോ യു ദ ഡോക്യുമെൻറ്റ്സ്. ഡിപ്രഷൻ ഒരു മാരക രോഗമാണ്. അതിൽ വരുന്ന ഒരവസ്ഥ ആ കുഞ്ഞിൻ്റെ ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കുട്ടി അവൾ കെയർ ചെയ്യാറേ ഇല്ല. കാരണം അതിനെ കെയർ ചെയ്യാനുള്ള ഒരു ഇതില്ല. പക്ഷേ സെക്കൻഡ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം കുഞ്ഞിന് വേണ്ടി അവൾ ദോശയും കൊണ്ട് ഓടുന്നത് കണ്ടതിൽ. അവൾ കുഞ്ഞിനെ ഓവർ കെയർ ചെയ്യാൻ തുടങ്ങിയെടുത്ത് അവളുടെ ഉള്ളിൽ അമ്മയെ ഉണർത്താൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രോഗമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിനകത്ത് തെളിവാണ്. പിന്നെ എന്നും അസുഖമായിട്ടിരിക്കാൻ അത് ക്യാൻസർ ഒന്നുമല്ല, എയ്ഡ്സോ ക്യാൻസറോ ഒന്നുമല്ല. മാറുന്ന ഒരു അസുഖം തന്നെയാണ് ഡിപ്രഷൻ. മാറി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. ഇപ്പോഴും അവൾക്ക് അതുണ്ട്. പക്ഷേ സ്ലോലി അവൾ അതിൽ നിന്ന് റിക്കവറായി വരുന്നുണ്ട്. അവൾ ആവശ്യമുള്ള 3 കുഞ്ഞുങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് അമ്മ വേണം. അതാണ് എൻ്റെയും ആവശ്യം. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പോക്കിൽ ഞാൻ വക്കീലിനെ കൊണ്ട് ശിവദാസനെ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ ആദ്യം ഓക്കെ പറഞ്ഞിട്ട് രണ്ടാമത് ഒഴിയുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നിയമപരമായി പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞങ്ങളൊരു കോംപ്രമൈസ് ടോക്ക് നടത്തിയത്. പുള്ളി നിയമപരമായി തന്നെ നീങ്ങുള്ളൂ എന്നുള്ള രീതിയിൽ വാശി പിടിച്ച് നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനമായി. പേപ്പർ വർക്കും കാര്യങ്ങളും ജിനുവിൻ്റെ ബിസി ഷെഡ്യൂളും ഒക്കെ കൂടെ ടാലിയാകത്തുകൊണ്ട് സമയപരിമിതിയിൽ ഞങ്ങളിത് ചെയ്തുകൊണ്ടിരുന്നു. സോ ഗ്രാജ്വലി ഈ പറയുന്ന വ്യക്തിക്കെതിരെ മറുപടി പറയുക ഒരു നിർബന്ധിത ഘട്ടത്തിലേക്ക് ഞാൻ എത്തിപ്പെടുകയും ഞാൻ ഓരോ തെളിവുകൾ കൊണ്ടുവരികയും ചെയ്തു. കാരണം എനിക്ക് ബോധ്യപ്പെട്ടത് നല്ലൊരു കലാകാരനെ എല്ലാവരും കൂടെ ചേർന്ന് ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം എന്നെ പോലൊരു വ്യക്തിയെ ഒതുക്കുന്നത് പോലെയല്ല ഒരു കലാകാരനെ നശിപ്പിക്കുന്നത്. അവൻ അത്രയും നല്ലൊരു കലാകാരനാണ്. എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മമാർക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കലാകാരനാണ് ജിനു. അപ്പോൾ ജിനുവിനോട് ഞാൻ സംസാരിച്ചാൽ തീരെ വയ്യായ്മയിൽ, അതായത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലുള്ള വക്കീലിൻ്റെ മുമ്പിലിരുന്ന് പൊട്ടിക്കരയുന്ന ഒരു മനുഷ്യനാണ് ഞാൻ കണ്ടത്. അപ്പോൾ മുൻപോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരാളെ നമ്മളെങ്ങനെ കണ്ടെത്തും, എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളൊക്കെ കൂടെ നിന്നവരൊക്കെ വല്ലാണ്ട് പതറിയതായിരുന്നു. പിന്നെ സേവ് കേരള ഫോറത്തിൽ നിന്നുള്ള കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്നിട്ടാണ് അവരെ കൗൺസിലിംഗ് ചെയ്തതും. കുറേയധികം ഞങ്ങൾക്ക് ഒരുപാട് എഫർട്ട് എടുക്കേണ്ടി വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അമൃത ഇഷ്യൂ വരികയും എനിക്ക് അമൃതയുടെ കുറേ കാര്യങ്ങളുമായി മുൻപോട്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നു. കുറേ ടൈം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഈ ഷെഡ്യൂളിൽ ഇതൊക്കെ ഞാൻ ഇൻവോൾവ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വിഷയവും കൊണ്ട് ഇറങ്ങിയത്. അപ്പം എനിക്ക് നേരിട്ട ആക്രമണങ്ങളൊക്കെ തന്നെ ഞാൻ വളരെ കാമായി ഹാൻഡിൽ ചെയ്തതിൻ്റെ റീസൺ ഒൺസ് ഇൻ എ വൈൽ ജനം മനസ്സിലാക്കട്ടെ എന്നുള്ളതാണ്. ഒരു പരിധിയിൽ കൂടുതൽ അവിഹിതങ്ങളെ എടുത്ത് ബൂസ്റ്റ് ചെയ്യാനാവത്തില്ല. അതിൻ്റെ കാരണവും ഞാൻ പറയാം. അവിഹിതം എന്ന് പറയുന്ന ഒരു സാധനത്തിൽ അങ്ങനെ ഒരു സദാചാരവാദിയല്ല ഞാൻ. അപ്പോൾ എൻ്റെ മൂല്യങ്ങൾ, എൻ്റെ ആശയങ്ങൾ അതിനൊക്കെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ എൻ്റെ നാക്കിൽ നിന്ന് വരരുതെന്നുള്ളത് കൊണ്ട് മാത്രം അത്തരം അവിഹിത കാഴ്ചകൾ ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചിട്ടില്ല. പിന്നെ ദീപാദീപൂസാണ് എനിക്ക് ഈ അവിഹിതത്തിൻ്റെ വീഡിയോസൊക്കെ കൊണ്ടിട്ടത്. വീണയല്ല എനിക്ക് തന്നിട്ടുള്ളത്. വീണയല്ല എനിക്ക് അവിഹിത ഈ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള അവിഹിത ഡീറ്റെയിൽസ് ഒക്കെ തന്നത് വീണ എന്ന പെൺകുട്ടിയല്ല. എനിക്ക് തന്നത് ദീപാദീപൂസ് എന്ന ആ യൂട്യൂബർ തന്നെയാണ്. അപ്പോൾ അവർ പിന്നീട് പെട്ടെന്ന് നട്ടപ്പരാന്തെടുത്ത് തിരിയുന്നതും ഒക്കെ ഞാൻ കണ്ടിരുന്നു. ഞാൻ സൈലൻ്റായി നിന്നത് അവർക്കറിയാതെ. അവർ വാട്സപ്പ് കോൾ വിളിച്ചാൽ ഞാൻ റെക്കോർഡ് ചെയ്യില്ല എന്നുള്ള ധൈര്യത്തിൽ അവർ വിളിച്ച വാട്സപ്പ് കോൾ പോലും ഞാൻ റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്നും നിങ്ങളെ പ്ലേ ചെയ്ത് കേൾപ്പിച്ചിട്ടില്ല. കാരണം ഇറ്റ്സ് വെരി ഡേർട്ടി ലാംഗ്വേജ് ഷീ ഈസ് യൂസിങ് ആൻഡ് അത് ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്യുന്ന ട്രൂത്തുകൾ അതിനകത്തുണ്ട്. അപ്പോൾ അതൊന്നും തന്നെ ഞാൻ പുറത്തേക്ക് വിടാൻ ആഗ്രഹിക്കുന്നില്ല. ബട്ട് ഐ ഹാവ് സോളിഡ് എവിഡൻസ്. ഇതൊന്നും തന്നെ ഞാൻ ജിനുവിനെയും കേൾപ്പിച്ചിട്ടില്ല. പക്ഷേ വീണയ്ക്ക് ഇതൊക്കെ അറിയാം. വീണ എന്നെ കണ്ടിന്യൂസ്ലി നിർബന്ധിച്ചിരുന്നു. പക്ഷേ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയല്ല നമ്മളിതിനെ റിയാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞതിൽ ഒരു ന്യായം എനിക്ക് കൺവിൻസിങ് ആയി തോന്നിയത് എന്താണെന്ന് പറഞ്ഞാൽ 2021 ഇവർ സെപ്പറേറ്റഡ് ആകുന്നു. ഇവൾ കാരണം വീണയ്ക്ക് വീണയുടെ ജീവിതം നഷ്ടപ്പെടുന്നു, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്നു. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് ഇവളാണ്. എൻ്റെ വീട് തേടി പോയ അവൾ വീണയുടെ വീട് തേടി പോവില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അവിടെ പോയി കുഞ്ഞുങ്ങളെ കണ്ടു, കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ പോയി കാണുക, ശിവദാസനെ നേരിട്ട് കാണുക, ബ്രെയിൻ വാഷ് ചെയ്യുക. ശിവദാസൻ വീണയെ മർദ്ദിക്കുന്ന രീതിയിലേക്ക് ഇവരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ചിലവിന് കൊടുക്കുന്ന ഇപ്പം എല്ലാവരും പറഞ്ഞൊരു ഒരു കാര്യമുണ്ട്. എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു, തനൂജ എന്ന വ്യക്തി വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അമ്മ ചിലവിന് കൊടുക്കില്ല. അതൊരു സത്യമായ കാര്യമാണ്. സെയിം അവസ്ഥ തന്നെ വീണയ്ക്കും ഉണ്ടായിട്ടുണ്ട്. വീണയ്ക്ക് തൊഴിലിന് പോകാൻ പറ്റത്തില്ല. ജോലിക്ക് പോയാൽ ജിനുവുമായി പോകുന്നു എന്ന് പറഞ്ഞ് തൊഴിലിടങ്ങളിൽ പോയി ശിവദാസൻ പ്രശ്നമുണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അവിടെയും വീണയ്ക്ക് എഗൻസ്റ്റായിട്ട് തനൂജ വന്ന് വാക്കുമൊഴി കൊടുക്കും. ആ ജോബ് സ്ഥാപനം അവർ കസ്റ്റമറുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ മുൻനിർത്തിക്കൊണ്ട് വീണയെ ഒഴിവാക്കി വിടുന്ന രീതിയും ഉണ്ടായിരുന്നു. സോ ഇങ്ങനെ കുറേ ഹൊറിബിൾ സ്റ്റേജ് ആയപ്പോഴാണ് ജിനു മുൻപോട്ട് വന്നിട്ട് എൻ്റെ ഒപ്പം ജീവിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചുകൊണ്ട് വീണയെ വിളിച്ചു കൊണ്ടുപോകുന്നത്. കുട്ടികൾക്കൊപ്പം തന്നെയാണ് അവൾ പോയത്. പക്ഷേ ശിവദാസൻ അത് ഭയങ്കര ഇഷ്യൂ ആക്കി.
കാരണം അയാൾക്ക് റൈറ്റ്സ് ഉണ്ടല്ലോ. അയാളത് പ്രോബ്ലമാക്കി, അയാൾ പ്രശ്നം ഉണ്ടാക്കി, കുട്ടികളെ അവളുടെ അമ്മയുടെ അടുത്തേക്ക് കൊടുക്കാൻ അവൾ തയ്യാറായി. മജിസ്ട്രേറ്റ് കോടതിയിലാണ് ജിനുവിന് വീണയ്ക്കൊപ്പം പോകാം, അല്ലെങ്കിൽ വീണയ്ക്ക് ജിനുവിനൊപ്പം പോകാം, പക്ഷെ മക്കളെ കൊടുത്തുവിടാൻ പറ്റത്തില്ല. മക്കളെ ശിവദാസന്റെ കസ്റ്റഡിയിൽ കൊടുക്കാനും ഒക്കത്തില്ല. പകരം വീണയുടെ വീട്ടുകളിൽ കൊടുക്കാം, പക്ഷേ വീണയ്ക്ക് അവിടെ പോയി കുഞ്ഞുങ്ങളെ കാണാൻ അധികാരമില്ല. അങ്ങനെ കണ്ടാൽ കുട്ടികളുടെ കസ്റ്റഡി ശിവദാസന് പൂർണ്ണമായും പോകുമെന്നാണ് കോർട്ടിൽ കൊടുത്തിരിക്കുന്ന ഈ അഫിഡവിറ്റ്. അപ്പോൾ ആ അഫിഡവിറ്റിൽ ഒപ്പിട്ടിരിക്കുന്ന വീണ കുഞ്ഞുങ്ങളെ കാണണമെന്ന കൊതിയോടെ നടക്കുന്നുണ്ടെങ്കിൽ പോലും പോയി കാണത്തില്ല. കാരണം കുട്ടികളുടെ കസ്റ്റോഡിയൻ പിന്നെ അവളുടെ കയ്യിൽ നിന്ന് എന്നൊക്കെയും പോവും എന്നുള്ളത് ഉറപ്പിച്ച കാര്യമാണ്. 2021 മറ്റൊരു വ്യക്തിയുമായി വിവാഹം കഴിഞ്ഞു എന്ന് ജിനുവിനോട് സംസാരിച്ച ആള്, ഡിവോഴ്സ് കൊടുത്ത ആള് പിന്നെ എന്തടിസ്ഥാനത്തിലാണ് വീണ്ടും വന്നവരെ ശല്യം ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല. 3 മാസത്തോളം ശല്യങ്ങളൊന്നുമില്ലാതെ മുൻപോട്ട് പോയി. കുറേ കാലം കഴിഞ്ഞിട്ട് വീണ്ടും 2022 മ്യൂച്വൽ കൺസേണിൽ കൊടുക്കാൻ വേണ്ടി വന്നത് ആദ്യത്തെ ആൾ ഇട്ടേച്ച് പോയ ഒരു വിഷമം മാറാൻ രണ്ടാമതൊരാളെ വിവാഹം കഴിക്കുകയാണ് ഉണ്ടായത്. ആ രണ്ടാമതുള്ള വ്യക്തിയുമായി ഗൾഫിലേക്ക് പോകാനുള്ള എല്ലാ പ്രിപ്പറേഷനും സെറ്റായപ്പോൾ ഈ വിവാഹമോചനം അനിവാര്യമായ ഒന്നാണ്. അയാളുടെ ഭാര്യാസ്ഥാനത്തേക്ക് വെളിനാട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം എമർജൻസി ആയിട്ട് കിട്ടേണ്ടത് വിവാഹമോചനമാണ്. അതിന് വേണ്ടിയിട്ടാണ് മ്യൂച്വലായിട്ട് തന്നെ ഈ വിവാഹമോചനത്തിന് 2022 ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി വീണയോട് കോംപ്രമൈസ് സംസാരിച്ച റെക്കോർഡിക്കൽ എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്. ഈ റെക്കോർഡെല്ലാം ഞാൻ കേട്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് കാര്യം പറഞ്ഞത്. ഇതനുസരിച്ചിട്ട് വീണ തന്നെ നിർബന്ധിച്ചിരുന്നു ജിനുവിനോട് ഡിവോഴ്സ് കൊടുത്തേക്കൂ, വിട്ടേക്കൂ. ദെന്നാണ്, അതിനുശേഷമാണ് വീണ കൺസീവ് ആകുന്നത് പോലും. വീണയ്ക്കുണ്ടാകുന്ന കുഞ്ഞുണ്ടായി വീണ കൺസീവ് ആകുന്ന സമയത്ത് തന്നെ ആ കുട്ടിയെ ഉപദ്രവിക്കുന്നതിൻ്റെ മാക്സിമം ഉപദ്രവിച്ചു. കാരണം ആ അങ്ങോട്ടുള്ള പോക്ക് നടക്കാതെ പോയി. കാരണം അയാൾ വിവാഹം കഴിച്ചത് അയാളുടെ അമ്മയെ നോക്കാനൊരു ഹോം നഴ്സിനെയാണ്. പക്ഷേ അവൾ ഉദ്ദേശിച്ചത് അയാൾക്കൊപ്പം ദുബായിലേക്ക് പോയി ജീവിക്കുക എന്നുള്ളതാണ്. അത് അയാൾ പറ്റില്ല എന്ന് പറയുകയും അമ്മയെ നോക്കിയേ മതിയാവൂ എന്നൊരു ഒരു ഇത് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തപ്പോൾ തമ്മി തെറ്റിയിട്ട് ആ മനുഷ്യന് വിദേശത്തേക്ക് പോകാനുള്ള സോഴ്സ് ആയിരുന്ന പാസ്പോർട്ട് ഉൾപ്പെടെ എടുത്തുകൊണ്ട് അവിടുന്ന് പിണങ്ങി ഇറങ്ങി മാറി വരികയാണ് ഉണ്ടായത്. ആരുമില്ലാണ്ടായപ്പോൾ പിന്നെ ചെലവിന് പൈസയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും ജിനു തന്നെ ചേരണം. ജിനുവിന് കിട്ടുന്ന റീച്ച്, ജിനുവിന് കിട്ടുന്ന പ്രോഗ്രാം, ഇതിലൊക്കെ ജലസായ ഈ പെൺകുട്ടി വീണ്ടും 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 ജിനുവിനെ ആക്രമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്, എനിക്ക് മനസ്സിലായത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടിയുടെ കസ്റ്റോഡിയൻ ജിനുവിനെ എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ജിനുവിനെ പട്ടിയുടെ കൂടെ ഉപമിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടിരുന്ന ഈ കുട്ടിയെ ഉൾക്കൊള്ളാൻ ആ അച്ഛനോട് പറയരുത്. നമ്മൾക്ക് രണ്ട് ഭാഗത്തു നിന്നും ചിന്തിക്കണം. ആ മകൾ അത് പാടില്ല എന്ന് പറയാമല്ലോ, കുഞ്ഞാണെങ്കിലും പറയില്ല എൻ്റെ അച്ഛനാണ് എന്നെ വളർത്തിയത് പറഞ്ഞോ? ഇല്ല, പകരം ചിരിച്ചു. പട്ടിക്ക് പോലും ആ പേരിട്ടുകൊണ്ട് അവഹേളിക്കുമ്പോഴും അവൾ നിന്ന് ചിരിക്കുകയാണ് ഉണ്ടായത്. പിന്നെ കുട്ടിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. കുഞ്ഞിനെ ഞാൻ കുറ്റം പറയുന്നില്ല, അമ്മ പലരുമായിട്ടാണ് അച്ഛ അച്ഛ എന്ന് വിളിക്കാൻ പറയുന്നത്. അപ്പം കൺഫ്യൂഷൻ കുട്ടിക്കും ഉണ്ടാവും, സ്വാഭാവികമായിരിക്കും. എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല, കുട്ടിയുടെ മാനസിക നില എന്താണെന്ന് ഞാൻ കുട്ടിയോട് അധികം സംസാരിച്ചിട്ട് എനിക്ക് കുഞ്ഞിനെ പറ്റി ഒന്നും അറിയത്തില്ല, അതാണ് വസ്തുത. എനിക്ക് അറിയില്ല കേട്ടോ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത്. ഈ ഒരു വിഷയത്തിൽ ഞാൻ ഇത്രയും അനലൈസ് ചെയ്തപ്പോൾ ഒരു പക്ഷേ ജിനുവിന് ആ കുഞ്ഞിനോടുള്ളൊരു വൈമുഖ്യം, കുഞ്ഞ് ഇങ്ങനെയൊക്കെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടാന്നുള്ള എൻ്റെ അസംഷനാണ് ഞാൻ പറഞ്ഞത്. ഞാനും വക്കീലും വളരെയധികം എടുത്തു പറഞ്ഞു, കുഞ്ഞിൻ്റെ കസ്റ്റോഡിയൻ വാങ്ങും, കുഞ്ഞിന് ചെലവിന് കൊടുക്കുന്ന രീതി ഉണ്ട്, അത് നീ കൊടുക്കുക തന്നെ വേണം, നിൻ്റെ ഉത്തരവാദിത്വമാണെന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞെൻ്റെതല്ല എന്നുള്ള ഒരു ഉറച്ച ഇതിൽ പുള്ളിക്കാരൻ നിൽക്കുകയാണ്. അതിന് പുള്ളിയുടേതായ കുറേ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. 6-ാം മാസത്തിൽ പ്രസവിച്ചു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്, കുറമാസം എന്ന് പറയുന്നുണ്ട്, പിന്നെ കുറേ അധികം അബോഷൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഒരു വ്യക്തിക്ക് ഒരാളെ വേണ്ട എന്ന് വെക്കാൻ ഒരുപാട് കാരണങ്ങൾ അയാളുടെ കയ്യിലിരിക്കുമ്പോൾ നമുക്കത് നിഷ്ഠയോടുകൂടിയില്ല, പറ്റില്ല എന്ന് പറയുന്നത്. ഇസ്ലാം മതമല്ല അയാളുടേത്, അവർ ഹിന്ദുമത വിശ്വാസികളാണ്, മാത്രമല്ല പറയ സമുദായത്തിലുള്ള ആൾക്കാരാണ്. ആ കുട്ടിയെ പോലും ആ രീതിയിൽ വ്യക്തി അധിക്ഷേപം ചെയ്തു എന്ന് തീപൂസിൻ്റെ വാക്മൊഴി എൻ്റെ കയ്യിലുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ കേൾപ്പിക്കാം. അത് കാരണം അത് കേൾക്കേണ്ട ഒരു കാര്യമാണ്. സ്വന്തം കുഞ്ഞിനെ അച്ഛൻ്റെ മതം അല്ലെങ്കിൽ അച്ഛൻ്റെ ജാതി ഉപയോഗിച്ച് അധിക്ഷേപിക്കുന്ന ഒരു അമ്മ, അത് ഒരു പ്രത്യേകതരം അമ്മയ്ക്ക് മാത്രമേ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതൊക്കെ തന്നെയാണ് എന്നെ ഇതിൽ നിന്ന് മാറ്റിയത്. ഒരു കാരണവശാലും ഈ തനൂജ എന്ന വ്യക്തിയെ ഞാൻ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടില്ല. ആദ്യത്തെ ഒരു വീഡിയോയിൽ വീണ കാണിച്ച തുള്ളിക്കളിക്ക് വേണ്ടി ആ ഒരു കാര്യത്തിൽ എനിക്ക് ഫീൽ ചെയ്തൊരു റിയാക്ഷനാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ റിയാക്ഷന് ശേഷം തനൂജ കാണിച്ച എല്ലാ ഇതും ഒപ്പോസിഷൻ ആണ് എന്ന് തോന്നിയത് കൊണ്ട് തന്നെ തനൂജയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ തനൂജയ്ക്ക് എഗൻസ്റ്റ് തന്നെയാണ്. കാരണം എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമല്ല ആ സ്ത്രീയുടേത്. മറ്റൊരാളുടെ ഉപജീവനം നിർത്തുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ആ ഒരു ടേണാണ്. ഇപ്പം എൻ്റെ വിഷയം ചാനൽ എന്നുള്ളത് തന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് അതൊരു ഉപജീവനമായിട്ട് ഞാൻ കൺസേൺ ചെയ്യാത്തടത്ത് അതല്ല. പക്ഷേ ജിനു എന്ന വ്യക്തിയുടെ ഉപജീവനം മുട്ടിക്കുക എന്നൊരൊറ്റ കൺസേണിൽ അയാളെ പിന്തുടർന്ന് ആക്രമിക്കുന്ന ഒരു രീതി ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ഒന്ന് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ആരെങ്കിലും സഹായിക്കാൻ വന്നാൽ
പണം കൊടുത്താൽ ആ പണം തിരിച്ചു ചോദിച്ചാൽ ചാനലിൽ ത്രൂ നിങ്ങൾ നാറ്റിക്കട്ടെ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം സ്വഭാവം അത് എന്നോടല്ല ദീപൂസിൻ്റെ അടുത്താണ് കാണിച്ചിട്ടുള്ളത്. എൻ്റെ കയ്യിൽ എവിഡൻസ് ഉണ്ട്. രഞ്ജി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പബ്ലിക്കിൽ അവർ കമൻ്റ് ഇടുന്നത് കൊണ്ട് അവർക്കും കുട്ടീനെ വെച്ചിട്ട് ത്രെട്ട് കൊടുത്തൊരു സ്ത്രീയാണ്. ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊന്ന് ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ കയ്യിൽ ആ കൊച്ച് സേഫ് അല്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ഞങ്ങൾ ജിനുവിനെ നിർബന്ധിക്കുന്നത്. ജിനു അത് അംഗീകരിക്കാതിരിക്കുകയൊക്കെ അവൻ്റെ ഇഷ്ടം. പിന്നെ എൻ്റേതായ രീതിയിൽ എനിക്ക് ചില മറുപടികൾ കൊടുക്കേണ്ട ഒരു ആവശ്യകത വന്നതുകൊണ്ട് ഞാൻ ചെയ്തു. അതൊക്കെ ഞാൻ നിർത്തിവെച്ചതിൻ്റെ കാരണം നിയമപരമായി ഞാൻ മുൻപോട്ട് പോകുന്നുണ്ട്. എനിക്ക് സ്ട്രിക്റ്റ് നിർദ്ദേശമുണ്ട് പാടില്ല എന്ന്. അതുകൊണ്ടാണ് ഞാനത് നിർത്തിവെക്കുന്നത്. അല്ലാതെ 30 എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ 100 എപ്പിസോഡായാലും ഞാൻ നിർത്തത്തില്ല എന്നുള്ളത് ഞാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ ഇറ്റ്സ് സോ അൺഫോർച്യൂണേറ്റ്. നിയമപരമായി മുൻപോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. അപ്പോൾ നിയമം ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നിയമപരമായി ഞാൻ മുൻപോട്ട് പോകുന്നു. ഇത് ഒരു വലിയ വീഡിയോ ആയിട്ട് ചെയ്യാതെ ചെറുതായിട്ട് ചെയ്തിടുന്നത് പലയിടങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കൂടെ ഏകോപിപ്പിച്ച് എനിക്ക് പറയാനുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആ വിഷയത്തിൽ നടന്നിട്ടുള്ളൊരു സംഭവം. ഞാൻ ആരെയും പേഴ്സണലി ഹറാസ് ചെയ്യാനോ പേഴ്സണൽ വ്യക്തിഹത്യക്കോ ഒന്നും ശ്രമിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയല്ല. സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഒരു വ്യക്തി അവഹേളിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതെൻ്റെ കുറ്റമല്ല. ഇപ്പോൾ ജിനു എന്ന വ്യക്തിയുടെ സത്യാവസ്ഥ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാരണം അയാളൊരു സത്യമുണ്ട്, അയാൾ അനുഭവിക്കുന്ന മാനസിക പീഡനം, അയാൾക്ക് കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു അവതാരക എന്ന രീതിയിൽ ഞാൻ എൻ്റെ വിഷയം, എൻ്റെ വശം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിനകത്ത് എന്ത് വന്നാലും ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവളാണ്. അത് തീർച്ചയായിട്ടും എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമായതുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. കൺഫ്യൂഷൻ ഉള്ളവർക്ക് ബോധം വരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഓപ്പണായിട്ട് പറഞ്ഞത്. ബാക്കി നിങ്ങൾ കേൾക്കുന്നതും നിങ്ങൾ പറയുന്നതും ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അവരെ ഉപദ്രവിച്ചു, ഇവരെ ഉപദ്രവിച്ചു. ഇന്നലെ പോലും ഞാൻ മറ്റൊരു വിഷയം സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഈ കമൻറ്റ് ഇടുന്നത് എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ഫീലിംഗ് ആണ് തോന്നുന്നത്. കാരണം ഞാൻ പറയുന്ന സബ്ജക്റ്റിൽ സ്റ്റിക്കായി നിൽക്കുക. ദയവ് ചെയ്തിട്ട് ഈ വിഷയം എടുത്തുകൊണ്ട് ഇനി വരരുത്. ജിനു കോട്ടയം VJ എന്ന രീതിയിൽ ജിനു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അവിടെ വീണയുണ്ടാകും, ജിനു ഉണ്ടാകും, ആ കുഞ്ഞുണ്ടാകും. അവിടെ പോയി നിങ്ങൾക്ക് പറയാനുള്ളത് പറയുക. അവർ നിങ്ങൾക്ക് ആൻസർ തരും. ഞാനല്ല അതിൻ്റെ ഉത്തരവാദി. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ശുഭം. ഇനി ഞാൻ നിയമപരമായി മുൻപോട്ട് പോവുകയാണ്. കാരണം വ്യക്തമായ തെളിവുകൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. എന്നെ ഈ സൈബർ അറ്റാക്കിംഗ് നടത്തിയത് മുഴുക്കെ ഇവളുടെ ഗൈഡൻസ് കൊണ്ടാണെന്നുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ മുൻപോട്ട് പോകുന്നത്. ഈ ഗൂഢാലോചന, കൊലപാതക ശ്രമം, ഇതൊക്കെ ഉണ്ട് അതിനകത്ത്. ബിക്കോസ് അത് ഉണ്ട്. ഞാനായിട്ട് ആരെയും കൊല്ലുമെന്നോ പിടിക്കുമെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ കൊല്ലാൻ ചെന്നു എന്നുള്ള രീതിയിൽ ഈ കുപ്രചരണം, മനസ്സിലായില്ലേ, നമ്മളെ ആളുകളെ വഴിതിരിച്ച് വിടുക, എന്നെ കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്നൊരു ടേം അതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്ന വകുപ്പുകൾ. സോ അതുമായി ഞാൻ മുൻപോട്ട് പോകും. ഇതാണ് എനിക്ക് തനൂജ, വീണ, ജിനു വിഷയത്തിൽ പറയാനുള്ളത്. ജിനുവിൻ്റെയും വീണയുടെയും വശവും ഞാൻ കേട്ടു, തനൂജയുടെ വശവും ഞാൻ കേട്ടിട്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇത് മാത്രമേ ഇതിനകത്ത് എനിക്കൊരു എക്സ്പ്ലനേഷൻ ഉള്ളൂ. ഓൾ ദ ഡോക്യുമെൻറ്റ്സ് വിത്ത് മീ. ഞാൻ പറഞ്ഞില്ല, എന്നെ പ്രൊവോക്ക് ചെയ്യാത്തിടത്തോളം എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അതുകൊണ്ട് വരും. പിന്നെ അവർ ചെയ്ത കുറേ നാടകങ്ങൾ, പിന്നെ ഞാൻ കളിയാക്കി എന്ന് പറയുന്നത്, കളിയാക്കൽ ഒരു കലയാണ്. ആ കലയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു കൊമേഡിയൻ്റെ ഭാര്യയായി ഇരുന്ന ഒരു വ്യക്തി മനസ്സിലാക്കേണ്ടത്. കലയിൽ കൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ പ്രതിഷേധങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അതൊരു കുറ്റമല്ല. പക്ഷേ ഒരു അസുഖത്തിനെ കല വെച്ച് കളിക്കാനൊക്കത്തില്ല. ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സീരിയസ് രോഗമാണ്. ക്യാൻസറോ മറ്റ് ഒരു അസുഖത്തിനെയോ അതിൻ്റെ കൂടെ മാച്ചപ്പ് പോലും ചെയ്യാൻ പറ്റില്ല. കാരണം മെഡിസിൻ ഇല്ലാത്ത ഒരു സാധനമാണ് ഡിപ്രഷൻ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റൂ. പ്രമുഖ ഒരു നടനുണ്ടായിരുന്നു, അറിയുമോ? അപ്പോൾ അതിൻ്റെ പേര് എനിക്ക് കൃത്യമില്ല. ഹിന്ദി നടൻ, എത്ര ആക്റ്റീവായിരുന്നു, എത്ര സൂപ്പർ ആക്ടറാണ്. ഡിപ്രഷൻ കൊണ്ടാണ് കയറി തൂങ്ങിക്കളഞ്ഞത്. എത്ര പേര് ഡിപ്രഷൻ കൊണ്ട് ചത്തുപോയി എന്നറിയാമോ? സോ ഇതൊക്കെ തന്നെ സിവിയറായിട്ട് നമ്മൾ എടുത്ത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതിനെ കളിയാക്കിയ ടേം അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും കൂടെ പറയുക. ഒരു കാരണവശാലും കൺവിൻസിങ് അല്ല. കാരണം താൻ ഉപേക്ഷിച്ച 2 വട്ടം ഒപ്പിട്ട് കൊടുത്ത് ഡിവോഴ്സിന് കൊടുത്ത് ഉപേക്ഷിച്ച് 2 ആണുങ്ങൾക്കൊപ്പം ജീവിച്ച ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു കാര്യം ഡിമാൻഡ് ചെയ്യാനാകത്തില്ല. അത് തെറ്റായ ഒരു നടപടിയാണ്. ആ പെൺകുട്ടിയെ തുടർന്ന് ആക്രമിക്കുന്നതിന് അവൾ കേസ് കൊടുത്തിട്ടുണ്ട്. ഐ തിങ്ക് ബൈ വെനസ്ഡേ അതിൻ്റെ പേപ്പർ വർക്ക് ഫിനിഷായി FIR രജിസ്റ്റർ ആകും. അപ്പോൾ അത് എന്താണെന്നും അതിൻ്റെ ഡിപ്രഷൻ സർട്ടിഫിക്കറ്റും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മളത് കൊടുത്തിട്ടുള്ളത്. അത് കൊലപാതക ശ്രമമാണ്. കാരണം ഡിപ്രഷനിലിരിക്കുന്ന ഒരു വ്യക്തിയെ വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയ ത്രൂ അപമാനിക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവരുടെ സമുദായത്തിനെ പോയി കമൻ്റ് ഇട്ടവനെ ഓർത്തുകൊള്ളുക. ആ സാധനം കൃത്യമായി അവരെടുത്തിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ജാമ്യമില്ലാ വകുപ്പാണ്. ഒരാളുടെ മതം, അവരുടെ ജാതി, ഷെഡ്യൂൾ കാസ്റ്റിനെ പ്രത്യേകിച്ചും ജാതി പറഞ്ഞ് അവഹേളിച്ചാൽ ഉണ്ടാകുന്ന മറുപടി അത് ജാമ്യമില്ലാത്ത വകുപ്പാണ്. അത് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. അത് ഫേക്ക് ID വന്ന് ചെയ്താലും അത് എടുക്കാനുള്ള ഒരു സംവിധാനം ഇന്നത്തെ
ഇവിടുത്തെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പോലീസിന് സംവിധാനമുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ അത് അവർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു ഇൻഫർമേഷനായിട്ട് ഞാൻ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആർക്ക് വേണോ അവരെ അവഹേളിക്കാം, ഒരു പ്രശ്നമില്ല, അവരൊന്നും പറയത്തില്ല, കമൻറ്റ് ഡിലീറ്റ് ചെയ്യില്ല. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഡിലീറ്റും ഉണ്ടാകത്തില്ല, പക്ഷേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ആക്ഷൻസ് ഉണ്ടാകും എന്നുള്ളത് മാത്രം ഞാൻ പറയുന്നു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. പ്ലീസ് ദയവ് ചെയ്തിട്ട് ഈ ഒരു വിഷയവുമായിട്ട് എൻ്റെ ടൈം ലൈനിൻ്റെ താഴെ വരാതിരിക്കുക. ഞാൻ ആരെയും ബോഡി ഷെയിം ചെയ്തിട്ടില്ല. ഞാൻ പ്രത്യേകം എടുത്തു വെച്ച് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന്. ഞാൻ ബോഡി ഷെയിമിങ്ങിൻ്റെ ആളെയല്ല, എനിക്ക് താല്പര്യവുമില്ല. ഞാൻ സദാചാരവാദിയുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സദാചാരവാദികൾക്ക് ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് ഞാൻ ഒരു ഇൻഫർമേഷൻ കൊണ്ടുവന്ന് തരാത്തത്. ഇതൊന്നും ഞാൻ പറഞ്ഞതോ ഞാൻ ആവശ്യപ്പെട്ടതോ ഞാൻ ചെയ്ത കാര്യങ്ങളോ അല്ല. ഞാൻ നിർബന്ധിതയായ ഒരു വശത്തിൽ നിന്നാണ് ഞാനിതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി ആദ്യത്തെ ചാനൽ പോയതിൽ എനിക്ക് ആരോടും ഒരു ശതമാനം പോലും നീരസമില്ല. കാരണം ഞാൻ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കളയാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വിനുവിൻ്റെ ഒരു നിയമമാണ് ഒന്നും ഡിലീറ്റ് ചെയ്യില്ല എന്ന്. അപ്പം അതിന് എനിക്കൊരു ഹെൽപ്ഫുള്ളായൊരു മെത്തേഡ് വളരെ ഈസി ആയിട്ട് തോന്നി, അങ്ങ് ഡിലീറ്റ് ആയി പോയപ്പോൾ ഐ ആം വെരി ഹാപ്പി വിത്ത് ദാറ്റ്. സോ എനിക്ക് അതുകൊണ്ടൊരു പ്രതികാരമൊന്നുമില്ല. അത് വഴിയെ മനസ്സിലായിക്കോളും. താങ്ക് യു സോ മച്ച്.